വി കെ നിഷാദ്. ആരാണ്? വി കെ നിഷാദ്, എ പി അൻവർ, ഷിബിൻ കാനായി എന്നിവരാണ് വൈസ് പ്രസിഡന്റുമാർ. അപ്പൊ ഡിവൈഎഫ്ഐയുടെ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് ആരാണ്? നിഷാദ്. എന്ത് നിഷാദാണ് ഇയാള്? വി കെ നിഷാദ്. വി കെ നിഷാദ് ആരാണെന്ന് അറിയോ? പോലീസിന് നേരെ ബോംബ് എറിഞ്ഞിട്ട്, എന്താണ്? പോലീസിന് നേരെ ബോംബ് എറിഞ്ഞിട്ട് 20 വർഷം, 20 വർഷം തടവിന് ശിക്ഷിക്കപ്പെട്ട ആളാണ്. ജയിലിലാണ് മൂപ്പര്, ജയിലിൽ കിടക്കുകയാണ്. ഈ ജയിലിൽ കിടക്കുന്ന വി കെ നിഷാദാണ് കണ്ണൂരിൽ, അത് ചോക്കണേ, പാർട്ടിയുടെ കോട്ടയായ, കോട്ട പണ്ട് ഇനിയിപ്പോ കൊട്ടയാണ്, ഓട്ടയുള്ള കൊട്ടയാണ് ഇപ്പൊ. ആ വി കെ നിഷാദിനെ ഡിവൈഎഫ്ഐയുടെ വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറയുന്ന മനോഹര വാർത്തയാണ് ദേശാഭിമാനി കൊടുത്തത്. ഒന്ന് ആലോചിച്ചോട്ടെ, ഈ പാർട്ടി നന്നാവുമോ? നിങ്ങൾ പറ. CPM എന്ന് പറയുന്ന പാർട്ടി, CPM-ന്റെ ഒരു പോഷക സംഘടനയാണല്ലോ ഡിഫി കുട്ടന്മാരാണല്ലോ, പിന്നെ വലിയ കുട്ടന്മാരായിട്ട് CPM-ലേക്ക് വരിക. അതായത് ഒരു ചില്ലറ അടിപിടി കേസോ അല്ലെങ്കിൽ എന്താ പറയാ അത്തരത്തിൽപ്പെട്ട എന്തെങ്കിലും ചീള് കേസല്ല. പോലീസ് സംഘത്തിന് നേർക്ക് ബോംബെറിഞ്ഞു, കൊല്ലാൻ ശ്രമിച്ചു, വധശ്രമം. ആരെയാണ്? പോലീസിനെയാണ്. എങ്ങനെയാ കൊല്ലാൻ ശ്രമിച്ചത്? ബോംബെറിഞ്ഞിട്ട്. എത്ര വർഷം തടവ്? 20 വർഷം തടവ്. കിടക്കുകയാണ് ജയിലില്. ഇയാളെയാണ് ഡിവൈഎഫ്ഐ വൈസ് പ്രസിഡന്റ് ആക്കിയത്. സഖാക്കന്മാർക്ക് ഇത് കേട്ടിട്ട് വലിയ അത്ഭുതമൊന്നും തോന്നില്ല. കാരണം ഇച്ചങ്ങൈനെ മറ്റേ പയ്യന്നൂർ നഗരസഭയിലേക്ക് ഇയാൾ മത്സരിച്ചതാണ്. വി കെ നിഷാദ് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പില് അപ്പോഴും ഇയാൾ പ്രതിയാണ്, അപ്പോഴും ഇയാള് ജയിലിലാണ്. ജയിലിൽ കിടക്കുന്ന ഇയാള് കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പില് ഈ പയ്യന്നൂർ നഗരസഭയിലേക്ക് മത്സരിക്കുകയും ജയിക്കുകയും ചെയ്തതാണ്. അതായത് ഈ അന്തംഗമികളുടെ ഒരു അവസ്ഥ നോക്കണേ. പോലീസിനെ ബോംബെറിഞ്ഞിട്ട് 20 വർഷം ജയിലിൽ കിടക്കുന്ന 1-ാം നമ്പർ ക്രിമിനൽ. ഇയാൾ ക്രിമിനൽ എന്നല്ലാതെ പിന്നെ പൊന്നുമോൻ വിളിക്കണം. ഇവനെയാണ് ജയിപ്പിച്ചത്. പക്ഷെ സത്യപ്രതിജ്ഞ ചെയ്യാൻ പറ്റിയില്ല ജയിലിലായതുകൊണ്ട്. അതാണ് സ്ഥിതി. ഇനി മാത്രമല്ല, ഇത് ഒറ്റപ്പെട്ട സംഭവമാണ് എന്നും പറയണ്ടേ. പയ്യന്നൂർ ബ്ലോക്ക് ഡിവൈഎഫ്ഐയുടെ പയ്യന്നൂർ ബ്ലോക്ക് കമ്മിറ്റിയിൽ അവിടെ വേറൊരു ആശാനുണ്ട്. എന്താ? നന്ദകുമാർ എന്ന് പറഞ്ഞ ഒരു മുതലാണ്. ഈ നന്ദകുമാറും ഈ കേസിൽ പ്രതിയാണ്. അതായത് പോലീസിന് നേരെ ബോംബെറിഞ്ഞ കേസിൽ 20 വർഷം തടവ് ശിക്ഷ അനുഭവിക്കുന്ന മറ്റൊരു എന്താ പറയാ ക്രിമിനൽ സഖാവാണ് ഈ നന്ദകുമാർ ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റിയിലെ എന്താണ് അവിടുത്തെ സെക്രട്ടറിയാണ്. ട്രഷററാണ്. ഇതൊക്കെയാണ് ഡിവൈഎഫ്ഐയിലെ കാര്യങ്ങൾ. എങ്ങനെയുണ്ട്? ഇവരാണ് തെറ്റ് തിരുത്തും എന്ന് പറഞ്ഞത്. പയ്യന്നൂരാണ്, നോക്കണേ, ഇത് കണ്ണൂരാണ്, പയ്യന്നൂരാണ്. പാർട്ടി മൂടോടെ ഒലിച്ചുപോയ സ്ഥലമാണെന്ന് ഓർക്കണം. ഇളകാത്ത കോട്ട പയ്യന്നൂർ അല്ലേ? ആ പയ്യന്നൂരിലാണ് രക്തസാക്ഷി ഫണ്ട് കട്ടുമുടിച്ചിട്ട് അത് ചോദ്യം ചെയ്ത കുഞ്ഞികൃഷ്ണനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ആ കുഞ്ഞികൃഷ്ണൻ വൻ ഭൂരിപക്ഷത്തോടെ ജയിച്ച മണ്ഡലമാണ് പയ്യന്നൂർ. അവിടെയാണ് ഇപ്പോഴും ക്രിമിനലുകളുടെ പിന്നാലെ ക്രിമിനലുകളെ നേതാക്കന്മാരാക്കി കണ്ട് പാർട്ടി മുന്നോട്ട് പോകുന്നത്. എങ്ങനെ രക്ഷപ്പെടുക? നിങ്ങൾ പറ, എങ്ങനെ രക്ഷപ്പെടുക? നമുക്കറിയാം, പണ്ട് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ കോടതി ശിക്ഷിച്ച ഹൈക്കോടതി ജീവപര്യന്തം തടവിന് ശിക്ഷിച്ച കുഞ്ഞനന്തൻ. ഈ കുഞ്ഞനന്തൻ ഇപ്പോഴും എന്താ പറയാ, കുഞ്ഞനന്തൻ ഭയങ്കര മഹാനാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആൾക്കാരാണ് അവിടെ ഉള്ളത്. കുഞ്ഞനന്തൻ മരിച്ചപ്പോ കുഞ്ഞനന്തട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് ഓടി വന്ന്, ഞാൻ പേര് പറയണ്ട, ഈ ടി പി കേസിലെ പ്രതികൾക്ക് മുഴുവൻ, ടി പി കേസിലെ അതിക്രൂരമായ, അല്ലെ, കേരളം ഞെട്ടിയ അതിക്രൂരമായ രാഷ്ട്രീയ കൊലപാതകം, ടി പി ചന്ദ്രശേഖരൻ 51 വിട്ടുവെട്ടി കൊന്നത്, ഇതിലെ പ്രതികൾക്ക് വേണ്ടിയിട്ട് മുഴുവനും ഈ പ്രതികളുടെ കുടുംബത്തെ സംരക്ഷിക്കുന്നു. പ്രതികളുടെ നൂലുകെട്ടിന്, കല്യാണത്തിന്, എല്ലാറ്റിനും സഖാക്കൾ പോകുന്നു. ഇതൊക്കെ നമ്മൾ കണ്ടതല്ലേ. എന്ന് പറഞ്ഞാൽ ക്രിമിനലുകളെ വളർത്തുക. അച്ഛനില്ലാ നേരത്ത് അമ്മക്കുണ്ടായ പട്ടികളെ, അല്ലേ, ചിന്താ ജെറോമിന്റെ നേതൃത്വത്തിൽ നടന്ന മുദ്രാവാക്യമായിരുന്നു. അച്ഛനില്ലാ നേരത്ത് അമ്മക്കുണ്ടായ പട്ടികളെ. എന്തൊരു സഭ്യമായ, എന്തൊരു സാംസ്കാരിക ഉന്നമനല്ലേ.
ഇവിടെ ഉളുപ്പുണ്ടോ ഈ ഡിവൈഎഫ്ഐയിലൊക്കെ അംഗമാകുന്ന ഈ ചെറുപ്പക്കാരോട് എനിക്ക് ഈ സഹതാപാണ്. ഇതൊക്കെ അറിഞ്ഞിട്ടാണ് നിങ്ങൾ ഡിവൈഎഫ്ഐയിൽ മെമ്പർഷിപ്പ് എടുക്കുന്നത്? അല്ല, അറിയാൻ ചോദിക്കുക. നിങ്ങളുടെ നേതാക്കന്മാർ മുഴുവൻ എന്നിട്ട് പറയുന്നത് ഞങ്ങൾ ഇതൊക്കെ എന്താ പറയുക രാഷ്ട്രീയ പ്രവർത്തനമാണ്. രാഷ്ട്രീയ പ്രവർത്തനമാണല്ലോ ഈ പോലീസിന് നേരെ ബോംബെറിഞ്ഞ് പോലീസുകാരെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്നത് രാഷ്ട്രീയ പ്രവർത്തനം. തെരുവോരത്തൂടെ അച്ഛനില്ലാ നേരത്ത് അമ്മക്കുണ്ടായ പട്ടികളെ എന്ന് വിളിക്കുന്നത് രാഷ്ട്രീയ പ്രവർത്തനം. ഇതാണ് വലിയ സംസ്കാരം. അപ്പൊ ഇതാണ് സി പി എമ്മിന്റെ ഏറ്റവും വലിയ CPM കേരളത്തിൽ നിന്ന് തുടച്ചു നീക്കപ്പെടാൻ പോകുന്നു എന്ന് ഓരോ ദിവസവും ഇവരിങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. മൂത്ത സഖാക്കളുടെ രീതിയിൽ കേരളത്തെ ഒരു തരത്തിലും രക്ഷപ്പെടാൻ അനുവദിക്കില്ല എന്നാണ് പിണറായി വിജയൻ പറയുന്നത്. ശരി, എന്നാൽ ശരി. ഈ രാവിലെ തന്നെ ഇങ്ങനെ പറയാതിരിക്കാൻ വയ്യ, അതുകൊണ്ടാണ് പറയാതിരിക്കാൻ വയ്യാത്തത് കൊണ്ടാണ്. അപ്പൊ ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.